ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമുക്കിന്ന് രാവിലെ പോകണം, അറ്റൻഡൻസ് ഇടണം. സോ ജസ്റ്റ് ഇപ്പോൾ റൂമിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റൂമിൻ്റെ ഒരു വ്യൂ കാണിച്ചാൽ കേട്ടോ. സോ ഇവിടെ നിന്ന് 2 ബങ്കർ ബെഡ്, ഇവിടെ ഒരു ഷെൽഫ്, ഇതും ടേബിളും, പിന്നെ അവിടെ ടേബിള് ആ മുകളിൽ കിടക്കുന്നതാണ് എൻ്റെ ബെഡ് കേട്ടോ, താഴത്തുള്ള അബിയുടെ. സോ അങ്ങനെ സെറ്റ് ചെയ്ത്, പിന്നെ അവിടെ ഒരു ചെറിയ കട്ടൻ സെറ്റപ്പ്, പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മുടെ കബോർഡും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ നടുവിലൊരു ടേബിളും, ഇവിടെയും 2 ബെഡും കബോർഡും ടേബിളും സെറ്റപ്പൊക്കെയാണ്. സോ മൊത്തത്തിൽ നോക്കിയാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പോയി അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇടട്ടെ. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കാണിച്ചു. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള 2 ഞാൻ കയ്യിൽ തന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ക്രിസ്മസ് ഫ്രണ്ട് കളിക്കുന്ന അബി ആയിരിക്കും ആദ്യം എടുക്കണേ. എടുത്തോ മതിയോ? ഓക്കെ, ഇങ്ങനെ തുറന്നു നോക്കണം. തുറക്കടാ, ഞാൻ നോക്കുന്നില്ല, നീ തുറന്നോ. പിന്നെ ഞാൻ കണ്ടതിനിപ്പോൾ കുറേ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി വന്ന് വെക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് തീർക്കുന്നത്. ക്രിസ്മസ് കഴിഞ്ഞ ശേഷമൊക്കെയാണ്. സോ എന്തായാലും എന്ത് പറയുന്നു, അതെ ഇന്ന് അവൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഞാനും പോവുകയാണ്. അത് നാളത്തെ വ്ളോഗ് നമ്മൾ വിശദമായി കാണിച്ചു തരാം ഗൈസ്. ഇതുപോലെ ഒരു കൂട്ടത്തിൽ നിന്ന് ഇടികൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ചിക്കൻ 65 കിട്ടിയത്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയും ദാൽ കറി വയ്ക്കാനുള്ളത്. സോ നമ്മുടെ ഇവിടെ കവിനും അബിയും ഉണ്ട്. അങ്ങനെ വൈകിട്ട് ഇടാനുള്ള അറ്റൻഡൻസും ഇട്ട് വരികയാണ് ഗൈസ്. കാരണം അതിനിപ്പോൾ രാത്രി ട്രെയിൻ ഉണ്ട്, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ട്രിപ്പും കാര്യങ്ങളുണ്ട്, അപ്പം വഴിയേ പറയാം. സോ എന്തായാലും ഇനിയിപ്പോൾ റൂമിൽ പോയി സാധനങ്ങളൊക്കെ റെഡിയാക്കി ഡിന്നർ കഴിച്ചതിന് ശേഷം വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ട്രെയിൻ കയറി തിരിച്ച് വീട്ടിൽ പോകാൻ. സോ അതിൻ്റെ കാര്യങ്ങളാണ്. സോ അബി ഓൾറെഡി പോയി, ഓരോരുത്തരായിട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വീട്ടിൽ പോവാണ്. വിൻ്റർ വെക്കേഷൻ നമുക്ക് ഇനി അടുത്ത വർഷമായിരിക്കും ബാക്കി എല്ലാവരും തിരിച്ചു വരിക. ഞാനും അടുത്ത വർഷം ഇനിയാണ് നമുക്ക് ഇനി കോളേജ് ഉള്ളൂ. 2-ാം തീയതി Jan നമുക്ക് കോളേജ് തുടങ്ങും. സോ ഇതാണ് കാര്യങ്ങൾ. നമ്മളിനി ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. സോ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് ഒരാളെ കൂടി ആഡ് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടി പോവുകയാണ്. എനിക്കിന്ന് ചായയും പിന്നെ കേക്കാണ്, ഒരു ചോക്ലേറ്റ് ബ്രൗണി ടൈപ്പ് കേക്കാണ്. സോ നമുക്ക് ഇവിടുത്തെ ഇത് സർവ് ചെയ്യണ പുള്ളിയായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് പുള്ളി നമുക്ക് 2 തന്നിട്ടുണ്ട്. കേസ് സെറ്റാണ്. സോ എന്തായാലും കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ വഴി അങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു സിൽവർ സ്കൈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. സോ ഞാനല്ല മെയിൻ, ഞാൻ ജസ്റ്റ് അതിൽ PRO ആണ്. സോ സബരീഷും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. സോ സബരീഷ് ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു ഡയറക്ടറാണ്. സോ അവൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ഷോർട്ട് ഫിലിമിൻ്റെ ടീസർ നമ്മൾ ഒരു മാസം മുമ്പോളം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. സോ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീമിലേക്ക് ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റിന് വേണ്ടി ഒരു സിനിമാറ്റോഗ്രാഫറിനെ തേടിയാണ് നമ്മൾ പോയത്. സോ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ ഇൻ്റർവ്യൂ ആയിരുന്നു. സോ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ സംസാരിച്ച് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സോ ജാൻ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പ്രോജക്റ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ടീസറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാണ് കണ്ടു നോക്കാം. അപ്പം അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. സോ ഇനിയിപ്പോൾ എന്തായാലും കുളിച്ച് റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത ശേഷം നമുക്ക് ഡിന്നർ കഴിച്ച ശേഷം വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് വേണം നമുക്ക് നാട്ടിൽ പോകാൻ. നാട്ടിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും കാണിച്ചു തരാം ആ വഴിയെ. അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇത്രയും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവിടുത്തെ സംഭവങ്ങളായതുകൊണ്ട് കുറച്ച് സമയം കുറഞ്ഞതും അധികം ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത സംഭവങ്ങളായിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്നത് താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നത് സീൻ സംഭവങ്ങളായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.